ഹായ് മക്കളെ, ഇറ്റ്സ് മീ ഡോക്ടർ അസ്ലക്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഒരു അപ്ഡേറ്റുമായിട്ടാണ്. നമ്മുടെ കീമിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം. നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം, നമുക്കറിയാം നമ്മുടെ വെബ്സൈറ്റ് ഏതാണ്. നമ്മൾ നേരെ ഗൂഗിളിൽ പോയിട്ട് എന്താ ചെയ്യുക, എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കീം 2024 എന്ന് സെർച്ച് ചെയ്യുക. കീം 2024 എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് വരും. നമ്മളവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മളെല്ലാവരും ലോഗിൻ ചെയ്യുന്ന സ്ഥലം. അവിടെ പോയി ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇടത്ത് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഓപ്ഷൻ രജിസ്ട്രേഷൻ കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ ഉണ്ട്. നോട്ടിഫിക്കേഷനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളോട് പറയാമെന്നുള്ളതാണ്. ഓക്കെ, ഇതൊന്ന് സൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്കറിയാം 21-ാം തീയതി അത് ഇന്നലെ തൊട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇന്നലെയാണ് നമ്മുടെ ഓൾ ഇന്ത്യയുടെ ഓപ്ഷൻസ് എന്ത് ചെയ്തത്, ഓട്ടോമാറ്റിക്കലി ലോക്കുമായിട്ടുള്ളത്. റെഡിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ടൈമിലേ നമുക്ക് നോക്കാം എന്നാണ് പറയണത്. അതായത് ഇന്നലെ നമുക്കറിയാം എന്ത് ചെയ്തു, ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്നലെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട് അല്ലേ. അതായത് 21-ന് ഓപ്ഷൻ രജിസ്ട്രേഷൻ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. 26 വരെയാണ് നമുക്ക് ടൈമുള്ളത്. അതായത് ഓൾ ഇന്ത്യയുടെ റാങ്ക് വന്നിട്ട് 2 ഡേയ്സും കൂടി, ഓൾ ഇന്ത്യയുടെ റാങ്ക് അല്ല, ഓൾ ഇന്ത്യയുടെ അലോട്ട്മെൻറ്റ് വന്നിട്ട് 2 ഡേയ്സും കൂടി നമുക്ക് എന്തുണ്ട്, ഓപ്ഷൻസിന് ക്ലോസ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു, നിങ്ങൾക്ക് നല്ല കോളേജ് കിട്ടി, ഇപ്പോൾ നല്ല ടോപ്പ് റാങ്കിലുള്ള എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ നല്ല കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 26 വരെ നിങ്ങൾക്ക് സമയമുണ്ട് കേരളത്തിൽ കൊടുക്കണോ വേണ്ടേന്ന് തീരുമാനിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജ് ഓൾ ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ദയവായിട്ട് കേരളത്തിൽ കൊടുക്കാതിരിക്കുക. കാരണം ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് സീറ്റ് കുറച്ചുകൂടി കിട്ടുമെന്നുള്ളതാണ്. 27-ന് ട്രയൽ അലോട്ട്മെൻറ്റ് വരാം. അതിനുശേഷം 29-ന് കറക്റ്റ് അലോട്ട്മെൻറ്റ് വരും. 29 എന്ന് പറഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റാണ് ഓൾ ഇന്ത്യയിൽ. ഓക്കെ, പിന്നെ 30 മുതൽ 5 വരെയാണ് ജോയിനിങ് ഡേറ്റ് വരിക. 5-ന് ശേഷമാണ് ഈ ലിസ്റ്റ്, കോളേജ് അതോറിറ്റി ഷാൽ അപ്രൂവ് ആൻഡ് സെൻഡ് ദ ലിസ്റ്റ്. ആ കുട്ടികളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, നമ്മളിതിൽ ഭാഗമായ കുട്ടികളുടെ ലിസ്റ്റ്, ഏത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു അഡ്മിഷൻ പ്രൊസീജിയറാണ് അതിലൂടെ അത് അയക്കുമെന്ന് പറയാം. അതായത് 5-ാം തീയതിയോടെ എത്ര കുട്ടികൾ കേരളത്തിൽ എവിടെയൊക്കെ അഡ്മിഷൻ കിട്ടി എന്നുള്ളത് പ്രോപ്പറായിട്ട് ഡാറ്റയും കാര്യങ്ങളും വരും. ഇനി നമ്മളിതിൽ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏതൊക്കെ മെഡിക്കൽ കോളേജ് ആണെന്നുള്ളതിൽ കുറച്ചൊരു പ്രശ്നങ്ങളുണ്ട്. ഞാൻ ലാസ്റ്റ് പറയാം. നമുക്ക് ഇതിൻ്റെ ഓർഡറിൽ എന്തൊക്കെയാണ് പറഞ്ഞത് നോക്കാം. ഇപ്പോൾ റിസർവേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ പെർസെൻറ്റേജ് ആണ് ഓരോ കാറ്റഗറിക്കും ഇത്തവണ എത്ര റിസർവേഷൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സ്റ്റേറ്റ് മെറിറ്റ് എത്രയാണ്, അതിൽ എക്കണോമിക്കലി വീക്കർ എത്രയാണ്, ഓരോരോ കാറ്റഗറി എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞുതരാം, ഫീസിൻ്റെ കാര്യം. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഈ കൊല്ലത്തെ ഫീസ് എത്രയായി എന്നുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ PDF-ൽ ഓരോ ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിലും 7.5 ലക്ഷത്തിന് മുകളിൽ 7.7 ലാഖാണ് ഒരു വർഷത്തെ ട്യൂഷൻ ഫീ ആണ്. അതായത് നിങ്ങൾ ഈ കാണുന്ന ഫീസ് എന്ന് പറയുന്നത് എന്താണ്, ഈ കാണുന്ന ഫീസ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീ മാത്രമാണ്. മനസ്സിലായോ? ട്യൂഷൻ ഫീ മാത്രമാണ്. അതിൻ്റെ കൂടെ വേറെ ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമാണ് ഫീസ് എന്ന് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. ഇനി താഴോട്ട് പോട്ടെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ ഉണ്ട്. അതായത് ഈ ഫീ സ്ട്രക്ചറിലെല്ലാം ദിസ് ഫീസ് ഇസ് പ്രൊവിഷണൽ ആൻഡ് ഈസ് സബ്ജക്ട് ടു ദ ഫൈനൽ ഡിസിഷൻ ഓഫ് ദ ഗവൺമെൻറ്, അല്ലെങ്കിൽ ഫീ റെഗുലേറ്ററി കമ്മിറ്റി, അല്ലെങ്കിൽ ഹോണറബിൾ സുപ്രീം കോർട്ട്, ഹോണറബിൾ ഹൈക്കോർട്ട്. അതായത് ഫീ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ എത്രയാണോ കോടതി തീരുമാനിക്കുന്ന ഫീസ് എത്രയാണോ, അപ്പോൾ നിങ്ങൾ അടച്ചതിലും കൂടുതലാണെങ്കിൽ അത് അടയ്ക്കും, ഞങ്ങളത് അടയ്ക്കും എന്നറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അവിടെ ചേരുന്നത് എന്ന് നിങ്ങൾ ഉറപ്പാക്കാം. അതാണ് കീമിൽ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിനർത്ഥം. അതായത് നിങ്ങൾ അവിടെ ചേരുമ്പോൾ, ഇപ്പോൾ നിങ്ങളിപ്പോൾ 7.7 ലക്ഷമാണെന്ന് വിചാരിച്ചു, അവിടെ പോയിട്ട് അതൊരു 8.5 ലക്ഷമായാൽ അത് അടയ്ക്കാൻ നിങ്ങളെന്താണ്, ബാധ്യസ്ഥരാണ്. ആ സമയത്ത് എന്നോട് 7.5 പറഞ്ഞു, ഞാൻ അടയ്ക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കാനൊന്നും പറ്റില്ല. ഓൾറെഡി നമ്മളോട് എന്ത് ചെയ്യാണ്, ആ വെബ്സൈറ്റ് കീം നമ്മോട് എന്താണ്, ആ കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി വരുത്തുകയാണ്. മറ്റൊന്ന്, രജിസ്ട്രേഷൻ ഫീസ് 5,000 റുപ്പീസാണ് നമുക്ക് വരുന്നത്. 5,000 റുപ്പീസ്. ഓക്കെ, ഈ 5,000 റുപ്പീസ് ട്യൂഷൻ ഫീൽ ആഡ് ചെയ്ത് പോകുമെന്നാണ് പറയണത്. നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റും കിട്ടിയില്ലെങ്കിൽ ഈ 5,000 റുപ്പീസ് റീഫണ്ട് തരുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അവിടെ എടുക്കാതിരുന്നാൽ ആ 5,000 റുപ്പീസ് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ 5,000 റുപ്പീസ് അടയ്ക്കാം. അഡ്മിഷൻ കിട്ടുമ്പം എന്ത് ചെയ്യും, നിങ്ങളുടെ ട്യൂഷൻ ഫീയിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. ഇപ്പം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 30,000 എടുത്താൽ ഫീസ് വരുന്നത്, അതിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് മാറും. നിങ്ങൾ 20,000 കൊടുത്താൽ മതിയാകും. നിങ്ങൾക്ക് അഡ്മിഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. മറ്റൊരു ഓപ്ഷൻ എന്താണ്, നിങ്ങൾക്ക് സീറ്റ് കിട്ടി, നിങ്ങളത് എടുത്തില്ല, അപ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടുന്ന പോലെ ആ 5,000 രൂപ എന്താക്കി പോകാം, നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ടോക്കൺ ഫീസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾ സെൽഫ് ഫിനാൻസിങ്ങിൽ NRIയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ 1 ലക്ഷം രൂപ CE വെബ്സൈറ്റിലേക്ക് അയക്കണം.
NRI ക്യാൻഡിഡേറ്റ്സിന് 5 ലക്ഷം രൂപ CEയുടെ വെബ്സൈറ്റിലേക്ക് വേണം അടയ്ക്കാൻ. CEയുടെ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിൻ്റെ അക്കൗണ്ടിലേക്ക് വേണം അടയ്ക്കാൻ. പക്ഷേ നിങ്ങളിപ്പം ഗവൺമെൻറ്റിലാണ് കിട്ടിയെങ്കിൽ ഫുൾ പൈസ നിങ്ങൾ എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്? CEയുടെ ഇതിലേക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ ആണോ? ഇനി മറ്റൊരു കാര്യം, അതായത് ഇനി പറയുന്ന ഓരോ പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഫയൽ ഓപ്ഷൻസ് ടു വിച്ച് ദേ ആർ ഷുവർ ടു ജോയിൻ ആൻഡ് കണ്ടിന്യൂ സ്റ്റഡീസ് ഇഫ് അലോട്ടഡ്. നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ പോകും എന്ന് ഉറപ്പുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കോളേജ് മാത്രം കൊടുക്കുക. അതാണ് ഒന്നാമതായിട്ട് കീം നമ്മളോട് പറയണത്. രണ്ടാമത് എന്താ വെച്ചാൽ, ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു സീറ്റ് കിട്ടി, എന്നിട്ട് ആ സീറ്റ് എടുത്തില്ല എന്നാണെങ്കിൽ ഫേർദർ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റിന് ആ കുട്ടിയെ പരിഗണിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഫ്രീ എക്സിറ്റ് ഓൾ ഇന്ത്യയിലുണ്ട്, കേരളയിലില്ല. നമുക്കൊരു കോളേജ് കിട്ടിയാൽ നമുക്കത് ഒന്നെങ്കിൽ അത് തിരഞ്ഞെടുക്കണം. അത് നമുക്കൊരു കോളേജ് കൊടുത്തു, നമുക്ക് കൊടുത്ത കോളേജ് കിട്ടിയാൽ അവിടെ പോയി ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഇപ്പം ഒരു ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന ആളാണ്, നിങ്ങൾ പ്രൈവറ്റും കൊടുത്തു, അപ്പോൾ നിങ്ങൾക്ക് ആ കൊടുക്കുന്ന പ്രൈവറ്റാണ് കിട്ടുന്നതെങ്കിൽ അവിടെ പോയി ഫുൾ ഫീസും അടച്ച് നിങ്ങൾ ഫിസിക്കലി പോയി പ്രസൻറ്റ് ചെയ്ത് ജോയിൻ ചെയ്യണം. 5 തീയതിക്ക് മുന്നേ നിങ്ങളത് ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കിട്ടുമായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് റൗണ്ടിൽ എന്ത് ചെയ്യില്ല, പരിഗണിക്കില്ല. അപ്പോൾ അത് വളരെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റ് ഫീ സ്ട്രക്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം, അതായത് നമുക്കറിയാം ഈ ഒരു ഫിക്സ് ചെയ്തിട്ടില്ല ഫീസ്. അതുകൊണ്ട് അതായത് ഇഫ് ദ ഫീസ് ഇസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് പ്രൊവിഷണലി പെയ്ഡ് ഫീ, നിങ്ങളിപ്പോൾ കൊടുത്ത പൈസേനേക്കാളും കൂടുതൽ ഫീ ആണ് ഒറിജിനൽ ഫീസായിട്ട് വരുന്നതെങ്കിൽ കാൻഡിഡേറ്റ്സ് ആർ ലയബിൾ ടു പേ ദ ബാലൻസ് ഫീ. ആ ബാലൻസ് ഫീ അടയ്ക്കൽ നിങ്ങളുടെ മേൽ ബാധ്യസ്ഥമാണ്, നിങ്ങൾ അതിന് ബാധ്യസ്ഥരാണ് എന്നാണ് ആര് പറയുന്നത്? കീമിൻ്റെ നോട്ടിഫിക്കേഷൻ പറയും. ഇതെല്ലാം സമ്മതമാണെങ്കിൽ നിങ്ങൾ ഇതിന് പങ്കെടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് എന്തിട്ടുണ്ടാവില്ല, പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ഓപ്ഷൻസ് കൊടുക്കുക. ഓക്കെയാണോ? പിന്നെ ഏതെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ വിത്ത്ഹെൽഡ് ആണെങ്കിൽ അതിന് നിങ്ങൾക്കൊരു ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് 24-ാം തീയതി. അപ്പോൾ 24/8 മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അവിടെ കൊടുക്കാനുണ്ട്, വെരിഫൈ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ റാങ്ക് വിത്ത്ഹെൽഡ് ആണെങ്കിൽ അത് ആ 24-ാം തീയതി 3 മണിക്ക് മുന്നേ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ പുറത്താണ്. അതാണ്. അതേപോലെ NRI ക്യാൻഡിഡേറ്റ്സിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് റെഡി ആക്കണം, അല്ലെങ്കിൽ നിങ്ങളും എന്താവും, നിങ്ങളുടെ NRI കോട്ടയും NRI സ്റ്റാറ്റസും നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, റെഡിയാക്കാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എത്ര ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉണ്ട്, എത്ര പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്. നമുക്കറിയാം കേരളത്തിൽ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്. ആ 12 എണ്ണവും ഇക്കൊല്ലം പങ്കെടുക്കുന്നുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കോട്ടയം, അതേപോലെ ഇടുക്കി, കോന്നി, ഇവിടെയൊക്കെ എന്താണ് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ്റെ ഫൈനൽ വിധി വരുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അത് പേടിക്കാനൊന്നും ഉണ്ടാവില്ല, കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രീമിയർ കോഴിക്കോട്, കോട്ടയം ഒക്കെ ഉണ്ട്. ഇപ്പം ഇടുക്കിയും കോന്നിയും മാത്രമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് പേടിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഉണ്ട്. അതായത് NMCനെ സംബന്ധിച്ചിടത്തോളം 5 വർഷം കൂടുന്ന സമയത്ത് പലപ്പോഴും അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാകാം. എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ കോളേജുകളിൽ കൊടുക്കുമ്പോൾ അവിടെ NMCയുടെ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫൈനൽ ഡിസിഷൻ വരാനുണ്ട്. അതിൻ്റെ ബേസിലായിരിക്കും അഡ്മിഷൻ. അപ്പോൾ നിങ്ങൾ ചോയ്സ് വെക്കുമ്പോൾ അതിനെക്കുറിച്ച് അധികം ബോധേടാവേണ്ട, കൊടുക്കണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അഡ്മിഷൻ നടക്കാത്തൊരു കൊല്ലമൊന്നും ഉണ്ടാവില്ല, പേടിക്കേണ്ട, അതൊക്കെ റെഡി ആയിക്കോളും. ഒരു റുട്ടീൻ പ്രോസസ്സാണ്, ഓരോ 5 വർഷം കൂടുമ്പോൾ അത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പ്രശ്നമാവില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം, സെൽഫ് ഫൈനാൻസിങ് മെഡിക്കൽ കോളേജ് നോക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ, 19 മെഡിക്കൽ കോളേജ് നമുക്കുണ്ടായിരുന്നു, ഇക്കൊല്ലം 17 കാണിക്കുന്നുള്ളൂ. അതായത് 2 മെഡിക്കൽ കോളേജുകൾ കാണുന്നില്ല. കരുണ മെഡിക്കൽ കോളേജ്, ശ്രീനാരായണ, ഈ 2 കോളേജ്, എറണാകുളത്തുള്ള ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മുടെ പാലക്കാടുള്ള കരുണ മെഡിക്കൽ കോളേജ്, 2 പ്രൈവറ്റ് കോളേജുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ലിസ്റ്റിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഭാഗത്തിൽ ഇവർ ഇത്ര പേരെ പങ്കെടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, സെക്കൻഡിലും തേർഡിലും അവർ വന്നേക്കാം, നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ സീറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് കുറച്ച് കുറവാണ് എന്നുള്ളത് നമ്മുടെ ലാസ്റ്റ് റാങ്കിനൊക്കെ ബാധിക്കുന്നതാണ്. ഡെൻ്റൽ കോളേജിൽ 6ഓളം ഗവൺമെൻറ് കോളേജിൻ്റെ 20-നടുത്ത് വരുന്ന പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തുടരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, കേരളത്തിലെ MBBSൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, 2 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ കേരള അലോട്ട്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളെ, നിങ്ങൾ ഫുൾ ഓപ്ഷൻസ്, ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ മാത്രമേ പറയാം, ഫുൾ ഓപ്ഷൻസ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കൊടുക്കണം. പിന്നെ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ടാവില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയാം, നിങ്ങളൊരു 1, 2, 3, 4, 5, 6 കോളേജ് വെച്ചു, നിങ്ങൾക്കതിൽ
കിട്ടുന്ന കോളേജ് ഈ ആറാമത്തെ കോളേജാണെങ്കിൽ ഇതിന് താഴെ നിങ്ങൾ വെച്ചിട്ടുള്ള എല്ലാ ഓപ്ഷനും ഡിലീറ്റ് ആയി പോകും. അത് പിന്നെ നിങ്ങൾക്ക് കാണാൻ പോലും പറ്റില്ല, വെക്കാനും പറ്റില്ല. അപ്പം പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ മുകളിലുള്ള കോളേജുകൾ മാത്രമേ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്ത് ചെയ്യാം, നിങ്ങളുടെ ഓരോ കോളേജും നിങ്ങൾ ഒരു ഓപ്ഷൻ വെച്ച് അതിന് താഴെ വെക്കുന്ന ഒരൊറ്റ ഓപ്ഷൻ പോലും മുകളിൽ വെച്ച കോളേജിനേക്കാൾ ബെറ്റർ ആവരുത്. കാരണം നിങ്ങൾ ഒരു നല്ല കോളേജ് 1 വെച്ചു, മറ്റേ കോളേജ് 2 വെച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് നിങ്ങൾ 3ാമത് കൊണ്ടുപോയി വെച്ചു, നിങ്ങൾക്ക് 2ാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ പിന്നെ ഈ കോളേജ് നിങ്ങൾക്ക് ജന്മത്തിൽ സ്വപ്നം കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോളേജുകൾ പ്രോപ്പർ ഓർഡർ പ്രയോറിറ്റി തന്നെ വെക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ വെക്കാൻ താല്പര്യമുണ്ടോ അതൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ വെക്കുക. അല്ലെങ്കിൽ പിന്നീട് അത് പരിഗണിക്കില്ല, അത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഇനീഷ്യൽ ഫേസിൽ തന്നെ ഓപ്ഷൻസ് വെക്കണം. ഈ പറയുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളെല്ലാം നിങ്ങളിപ്പോൾ ഈ ഒരു കുട്ടി, ഏതെങ്കിലും ഒരു കുട്ടി ഇങ്ങനെയാണ് ഓപ്ഷൻ കൊടുത്തത് നിങ്ങൾ വിചാരിക്കുക. ഒരു കുട്ടി ആലപ്പുഴ ഇങ്ങനെ കൊടുത്തു വിചാരിക്കുക, അതിൽ മഞ്ചേരിയാണ് അവർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഇതിൻ്റെ താഴെയുള്ള എല്ലാ ഓപ്ഷനും എന്ത് ചെയ്ത് പോകും, കട്ട് ചെയ്ത് പോകും. അപ്പോൾ ചിലപ്പോൾ ഈ കുട്ടി താഴത്ത് തിരുവനന്തപുരം കൊടുത്തിട്ടുണ്ടാവും, അയ്യോ ഇനി ആ കുട്ടിക്ക് ഒരിക്കലും കിട്ടില്ല, കാരണം താഴെപ്പോയി. അപ്പോൾ ആ കുട്ടിക്ക് ഇനി എന്തേ പറ്റുള്ളൂ, ആ കുട്ടിക്ക് ഇനി കോട്ടയമുണ്ട്, കൊല്ലമുണ്ട്, കോഴിക്കോടുണ്ട്, എറണാകുളമുണ്ട്. ഇത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുക അല്ലാതെ ആ കുട്ടിക്ക് ഒരു ഓപ്ഷനും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, രജിസ്ട്രേഷൻ ഫീസിൻ്റെ കാര്യം, സെക്യൂരിറ്റി ഫീസ് 5000 നഷ്ടപ്പെടാം. അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ഫ്രീ എക്സിറ്റ് ഇല്ല. കേരളത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സീറ്റ് കിട്ടിയാലും അവിടെ പോയി ചേരണം. ഫിസിക്കലി പ്രസൻ്റായി ട്യൂഷൻ ഫീ മൊത്തം അടച്ചിട്ട് ജോയിൻ ചെയ്യണം. പിന്നെ 3ാമത്തെ കാര്യം, എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ബാക്കിയുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റെഡിയാക്കുക. 23-ന് മുന്നേ റെഡിയാക്കുക, അല്ലെങ്കിൽ ആ അലോട്ട്മെൻറ്റ് നിങ്ങൾ നഷ്ടപ്പെടും. 4ാമത്, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് പോകാതിരുന്നാൽ പിന്നെ കേരളത്തിലെ സീറ്റ് നിങ്ങൾക്ക് ഇനിയില്ല. പിന്നെ 5ാമത്തെ കാര്യം, എല്ലാ ഓപ്ഷനും നോക്കിയിട്ട് കൊടുക്കുക. കാരണം സബ്സീക്വൻറ്റ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുക്കാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല. പുതിയ കോളേജ് ആഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിന് പെർമിഷൻ ഉണ്ടാവുള്ളൂ. പുതിയ കോളേജ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ കോളേജിന് മാത്രമേ അവിടെ വെക്കാനുള്ള ചാൻസിനുള്ളൂ, വേറെ ആർക്കും പെർമിഷൻ കിട്ടില്ല. മുകളിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും, താഴെയുള്ളത് ഡിലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജ്, ഇപ്പോൾ ഗവൺമെൻറ് കൂടെ തിരുവനന്തപുരമാണ് കിട്ടണമെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഒരു കോളേജ് നിങ്ങൾക്ക് അയ്യോ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന പോലെ ഓപ്ഷൻ വെക്കാതിരിക്കാം. ഓക്കെയാണോ? ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി അപ്ഡേറ്റ്സ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ നീറ്റിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട്, എന്നെ നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബെനിഫിഷ്യൽ ആയെന്ന് തോന്നുന്നു. ബാക്കി അപ്ഡേറ്റ്സ് നമ്മൾ ഇനിയുള്ള വീഡിയോയിൽ പറയും.